പവിത്രമായ സാളഗ്രാമങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദേവീഭാഗവതം 9-ാം സ്കന്ധമനുസരിച്ച് ലക്ഷ്മീദേവിയും സരസ്വതീദേവിയും ഗംഗാദേവിയും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഭാര്യമാരായിരുന്നു. എന്നാൽ ഒരിക്കൽ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. അതിന്റെ ഭാഗമായി ദേവിമാർ പരസ്പരം ശപിച്ചു. സരസ്വതീദേവി ലക്ഷ്മീദേവിയെ ഒരു തുളസിച്ചെടിയായി മാറാൻ ശപിച്ചു. ലക്ഷ്മീദേവി ഭൂമിയിലേക്ക് തുളസിയായി അവതരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ ലക്ഷ്മീദേവി പവിത്രമായ തുളസിച്ചെടിയായി അവതരിച്ച് കാലങ്ങൾ കഴിഞ്ഞ് ശാപമോചനം നേടി തിരികെ വൈകുണ്ഠത്തിലെത്തുമെന്നും ആ ദിനം ദേവിയുടെ ശരീരത്തിൽ നിന്നും ഗണ്ഡകി എന്ന നദി ഉദ്ഭവിക്കുമെന്നും അതിന്റെ ആകൃതി തുളസിച്ചെടിയുടേത് പോലെയായിരിക്കുമെന്നും അനുഗ്രഹിച്ചു. ഒപ്പം താൻ സ്വയം ആ നദിയുടെ തീരത്ത് ഒരു ശിലയായി നിലകൊള്ളുമെന്നും നദിയിലെ കൊമ്പുകളുള്ള ചില പുഴുക്കൾ ആ ശിലയെ തന്റെ ദിവ്യായുധമായ സുദർശന ചക്രത്തിന്റെ ആകൃതിയിൽ കൊത്തിയെടുക്കുമെന്നും പറഞ്ഞു. അങ്ങനെയുണ്ടായ ദിവ്യമായ ആ കല്ലുകൾ സാളഗ്രാമങ്ങൾ എന്ന് അറിയപ്പെട്ടു. 19 തരം സാളഗ്രാമങ്ങൾ ഉണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു. തുളസി രൂപത്തിൽ ലക്ഷ്മീദേവിയെയും സാളഗ്രാമ രൂപത്തിൽ മഹാവിഷ്ണുവിനെയും ഇന്നും നമ്മൾ ആരാധിക്കുന്നു.